കൻവ എന്ന സോഫ്റ്റ്വെയറിനെ പറ്റി അറിയാത്തവർ കുറവായിരിക്കും. സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്, വെബ് ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. പലവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് കൻവ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാനും പിക്ചറുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ പ്രൊമോഷണൽ കണ്ടൻറ്റുകൾ നിർമ്മിക്കാനും വീഡിയോ നിർമ്മിക്കാൻ വരെ കൻവ ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ ബയോഡാറ്റ തയ്യാറാക്കാനും വേഡ് ഫയലുകൾ തയ്യാറാക്കാനും കൻവ ഉപയോഗിക്കാറുണ്ട്. കൻവ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാം. പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ തന്നെ കുറേ കണ്ടൻറ്റുകളുണ്ട്. ഡിഫാൾട്ടായിട്ട് വരുന്ന കുറേ ടെംപ്ലേറ്റുകളുണ്ട്. കൻവയുടെ ഒരു പ്രത്യേകതയാണത്. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ. ഈ ടെംപ്ലേറ്റുകൾ പലതും ഉപയോഗിക്കണമെങ്കിൽ ഫ്രീ വേർഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പെയ്ഡ് വേർഷനിലായിരിക്കും ഈ പ്രധാനമായിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റുകളും, അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള പിക്ചറുകൾ, വീഡിയോകൾ, മറ്റ് കണ്ടൻറ്റുകൾ ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. അപ്ഗ്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണാം. 12 മാസത്തേക്ക് 4000 രൂപ, ഒരു മാസത്തേക്ക് 500 രൂപ, ഒരു വീക്കിന് 199 രൂപ, ഒരു ദിവസത്തേക്ക് 69 രൂപ. ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഈ പറഞ്ഞ കൻവയുടെ പ്രോ വെർഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് നോക്കുന്നത്. ഇത് നമ്മൾ കൻവയെ പറ്റിച്ചിട്ടൊന്നും എടുക്കുന്നതല്ല, ലീഗലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ canva-team-link.com എന്ന URL അടിച്ച് കയറുക. തുറന്നു വരുന്ന സൈറ്റിൽ ആദ്യത്തെ ലിങ്ക് തന്നെ Canva Pro Team Invite ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈറ്റിൻ്റെ ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ ഒരു ടൈമർ വർക്ക് ചെയ്യുന്നതാണ്. യുവർ ലിങ്ക് വിൽ ബി ജനറേറ്റ് ഇൻ 25, 24, 23 അങ്ങനെ കുറഞ്ഞ എന്നൊരു ടൈമർ വർക്ക് ചെയ്യുന്നതാണ്. അത് 0 ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ടൈമർ 0 ആയി കഴിഞ്ഞാൽ 3 ലിങ്കുകൾ ആക്റ്റീവ് ആയത് കാണാം. അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ, മൂന്നാമത്തെയോ ഒന്നാമത്തെയോ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പുതിയൊരു സൈറ്റിലേക്ക് ലോഗിൻ ആവും. അവിടെ പുതിയൊരു ഓപ്ഷൻ കാണാം, ഗെറ്റ് കൻവ 31. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ആഡ്സിൻ്റെ പേജിലേക്ക് പോകും. ഈ ആഡ്സ് കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കൻവ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക. അവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണാം. ഐ ആം ഇൻട്രസ്റ്റഡ്, ലേൺ മോർ, ഗെറ്റ് കൻവ 31. ഈ 3 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് കൻവ കിട്ടാൻ പോകുന്നത്. ആദ്യം തന്നെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഓപ്പൺ ആവും, ലേൺ മോർ എന്നത്. ഇനി ലേൺ മോർ എന്നത് ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് എന്ന ഓപ്ഷൻ ബ്ലോക്ക് ആണെങ്കിൽ അത് അടുത്ത ലിങ്കിലേക്ക് പോകില്ല, അത് ഓണാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ലേൺ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. ഇതാണ് പരസ്യം. ഈ പരസ്യങ്ങൾ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് കൻവ പ്രോ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ചിലപ്പോൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചില സൈറ്റുകൾ റിവ്യൂ കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ചില സൈറ്റുകളിൽ റേറ്റിംഗ് കൊടുക്കുക, പിന്നെ ചില സൈറ്റിൽ ലോഗിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കിട്ടിരിക്കുന്നത് ഈ ഒരു സൈറ്റ് വന്നിട്ടുണ്ട്. ആ സൈറ്റ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നൊരു ടാസ്ക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മുൻപത്തെ വിൻഡോയിലേക്ക് തിരിച്ചു പോവുക. അവിടെ അടുത്ത ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും, കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനും ഗെറ്റ് ആക്സിൻ എന്നൊരു ടൈമറും കാണാം. ആ ടൈമർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോകണ്ട, അതിൻ്റെ മുകളിലുള്ള ലിങ്ക് ആക്റ്റീവ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഗെറ്റ് കൻവ 31 അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരെ പോകുന്നത് കൻവയുടെ ഹോം പേജിലേക്കായിരിക്കും. നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ പേജിലേക്ക് പോകും. നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതാണെങ്കിൽ നേരിട്ട് കൻവയുടെ പ്രോ വെർഷനിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇപ്പോൾ മുതൽ നമുക്ക് കൻവയുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒന്നിനും പേയ്മെൻറ്റ് ചോദിക്കില്ല. പ്രോ വെർഷനിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ കാണാം, അപ്ഗ്രേഡ് എന്നും അതിൻ്റെ താഴെ ഗെറ്റ് എ ടീം പ്ലാൻ ഇൻസ്റ്റഡ് എന്നതും. അതായത് ഒരു ടീമിന് വേണ്ടിയിട്ട് കൻവ പ്രോ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്കൂള്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 500 പേർക്ക് വരെ ഇതിൻ്റെ ഭാഗമായി പ്രോ വെർഷൻ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ചില കമ്പനികൾ 500 പേരൊന്നും ഉണ്ടാവുകയില്ല, പകരം 10-100 പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയുള്ളവർ ഈ ഒരു വെബ്സൈറ്റിന് ഈ ലിങ്കുകൾ കൊടുക്കും. ആ ലിങ്ക് വഴിയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊരു കമ്പനിയുടെ കീഴിൽ കൻവ പ്രോയിൽ ജോയിൻ ചെയ്തു. എന്നാൽ ആ പ്രോ വെർഷൻ്റെ ടൈം കഴിഞ്ഞു, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് അടുത്ത ടീമിൽ ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് പ്രോ വെർഷൻ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു.
കാൻവയുടെ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.